ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗമനകാലം ഡിസംബർ 19. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിലെ 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ മാലാഖ സഖറിയയെ അറിയിക്കുന്ന വചനഭാഗം. ഈ ഒരു വചനഭാഗത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്. അന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ധൂമം അർപ്പിക്കുന്ന സമയത്ത് സഖറിയ ദൈവത്തോട് എന്തായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക? മക്കളില്ലാത്ത സഖറിയ ഒരു മകൻ വേണമെന്നോ ഒരു മകള് വേണമെന്നോ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരണമെന്നോ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ? യൗവനത്തില് സഖറിയയും എലിസബത്തും രണ്ടുപേരും തങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ അവരൊരിക്കലും അങ്ങനത്തെ ഒരു പ്രാർത്ഥന ചൊല്ലാനോ അങ്ങനത്തെ ഒരു ആവശ്യം കർത്താവിന് വെക്കാനോ സാധ്യതയില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് കർത്താവ് അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കും? കർത്താവിന് മുന്നോടിയായിട്ട് വരുന്ന സ്നാപക യോഹന്നാൻ വാർദ്ധക്യത്തിൽ നൽകപ്പെട്ട ഒരു മകനായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു സാധാരണ കുടുംബത്തിൽ തന്നെ സ്നാപക യോഹന്നാന് വളർന്നു വരാമായിരുന്നു. അല്ലെങ്കിൽ ഒരു പുരോഹിത കുടുംബത്തില് മറ്റു പുരോഹിതന്മാരാർക്കെങ്കിലും തന്നെയായിട്ട് ഈ കുഞ്ഞ് ജനിക്കാമായിരുന്നു. പക്ഷേ ഇവർക്ക് തന്നെ വാർദ്ധക്യത്തില് കുഞ്ഞിനെ ലഭിച്ചതിന് അതിനെന്തായിരിക്കും പ്രസക്തി? ഇതിന് ഉത്തരം ഒന്നേയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും ഒരിക്കലും കേൾക്കപ്പെടാതെ പോകുന്നില്ല. നമ്മൾ ചോദിക്കുന്നത് എന്തും കർത്താവ് നമുക്ക് തരും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പാണ് വാർദ്ധക്യത്തില് അവർക്ക് ലഭിക്കുന്ന ഈ കുഞ്ഞ്. പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവരാഗ്രഹിച്ച സമയത്തല്ല, ദൈവം ഉദ്ദേശിച്ച സമയത്താണ് ആ കുഞ്ഞിനെ അവർക്ക് നൽകപ്പെടുന്നത്. ഇവിടെ നമുക്കായി വചനം വെച്ച് നീട്ടുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന മക്കള് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചോ നമ്മുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചോ ജീവിക്കേണ്ടവരല്ല. മറിച്ച് അവർക്ക് ദൈവം എന്ത് നിയോഗിച്ചിരിക്കുന്നോ ആ നിയോഗം നിറവേറ്റാനായി നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കാനാണ് നമ്മളുടെ നിയോഗമെന്ന് മനസ്സിലാക്കുക. അവരാഗ്രഹിക്കാത്ത സമയത്ത് സഖറിയയ്ക്കും എലിസബത്തിനും ദൈവം ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ടും ഒരു ലക്ഷ്യമുണ്ട്. ക്രിസ്തുവിനെ മുന്നോടിയായിട്ട് ഇവൻ മാറണമെന്ന്. അതുകൊണ്ട് തന്നെ ഇനി അവർക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല, മറിച്ച് ദൈവം ഈ കുഞ്ഞിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നിറവേറ്റുന്നതിലായിരിക്കും അവരുടെ ജീവിതം അവസാനം വരെ അവര് പ്രയത്നിച്ചിരിക്കുക. അത് തന്നെയല്ലേ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് ദൈവം തരുമ്പോഴുണ്ടാവുന്ന ഉദ്ദേശവും ലക്ഷ്യവും. ഇന്ന് നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോഴൊക്കെ ഞാനും നിങ്ങളും വിചാരിക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥന കർത്താവിന് കേൾക്കപ്പെടുന്നില്ല. അത് തെറ്റാണ്. കാരണം എല്ലാ പ്രാർത്ഥനകളും കർത്താവ് കേൾക്കുന്നുണ്ട്, അതിനുള്ള ഉത്തരം കർത്താവ് തരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനയുടെ ഉത്തരം അല്ലെങ്കിൽ പ്രാർത്ഥന സഫലമായി മാറുന്നത് കർത്താവിൻ്റെ പദ്ധതിക്കനുസരിച്ച് മാത്രമായിരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. മറ്റൊന്ന്, മക്കളെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മളുടെ ഇഷ്ടങ്ങളോ നമ്മുടെ ലക്ഷ്യങ്ങളോ നിറവേറ്റാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ദൈവത്തിന് അവരിലൂടെയുള്ള ഉദ്ദേശം എന്താണോ നിയോഗം എന്താണോ അത് തിരിച്ചറിഞ്ഞ് അത് സഫലമാക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കാനുള്ള ഒരു നിയോഗം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇവർക്ക് നൽകപ്പെടുന്ന ഈ കുഞ്ഞ്. ഇന്ന് ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ മനസ്സിലാക്കാം, ദൈവത്തിൻ്റെ നിയോഗം നിറവേറ്റാൻ വേണ്ടി നമ്മളെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കണം. ദൈവത്തിൻ്റെ മക്കളെയാണ് നമ്മുടെ മക്കളായിട്ട് കർത്താവ് തന്നിരിക്കുന്നത്, അല്ലാതെ നമ്മുടെ സൃഷ്ടിയല്ല നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അവരെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും പറിച്ചു മാറ്റി ഈ ലോകത്തിൻ്റെ വഴിയിലേക്ക് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ പലപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ പരാജയത്തെയും നമ്മൾ തന്നെ വലിയ ദുഃഖത്തെയും വിളിച്ചു വരുത്തുകയാണ്. നമ്മുടെ മക്കളെ കർത്താവിനോട് ചേർത്ത് നിൽക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ എന്നും ജീവിതത്തിൽ നടത്തണം. അതാണ് നമ്മുടെ നിയോഗമെന്ന് മനസ്സിലാക്കുക. ഈ ഒരു മനസ്സിൽ ചിന്ത വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.